ജീവിക്കുന്നത്. ഇത് നമ്മളുടെ മക്കൾ കൂടി ആലോചിക്കണം കേട്ടോ. നിങ്ങളുടെ അമ്മമാർ നിങ്ങൾക്ക് വേണ്ടി എത്രമാത്രം സഹിക്കുന്നുണ്ടെന്നറിയോ? പല അമ്മമാരും നിങ്ങളെ ഓർത്ത്. കഴിഞ്ഞ വീഡിയോയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇതും. കാരണം കഴിഞ്ഞ വീഡിയോയിൽ കുറേ റെസ്പോണ്ട് ചെയ്തിരുന്നു. കുറേ പേര് കുറച്ച് പേര് എന്നെ വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, അവരുടെ പ്രോബ്ലംസൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരുപാട് പേര് ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു ഫാമിലി ലൈഫിൽ മക്കൾക്ക് വേണ്ടി സഹിക്കുന്ന ഒരുപാട് അമ്മമാർ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് മക്കൾക്ക് വേണ്ടി ആ അമ്മമാർ എത്രമാത്രം സഹിച്ചു ജീവിക്കുന്നു എന്നുള്ളതാണ്. എല്ലാം മക്കൾക്ക് വേണ്ടിയാണ് അവർ സംസാരിച്ചത്. മക്കളുടെ ഭാവി എന്താവും, അവർക്ക് സൂയിസൈഡ് ചെയ്യണമെന്ന് വരെ തോന്നിയ നിമിഷങ്ങളുണ്ട്. അപ്പോഴെല്ലാം മക്കളെ ഓർത്തിട്ടാണ് അവർ അതിൽ നിന്നെല്ലാം മക്കളെ ഓർത്തിട്ട് മാത്രമാണ് അവരതെല്ലാം അവോയ്ഡ് ചെയ്ത് ഇത്രയും സഹിച്ച് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാമെന്ന് അവർ തീരുമാനിക്കുന്നത്. ഇത് നമ്മളുടെ മക്കൾ കൂടി ആലോചിക്കണം കേട്ടോ. നിങ്ങളുടെ അമ്മമാർ നിങ്ങൾക്ക് വേണ്ടി എത്രമാത്രം സഹിക്കുന്നുണ്ടെന്നറിയോ? പല അമ്മമാരും നിങ്ങളെ ഓർത്തിട്ട് മാത്രമാണ് അവർ ജീവിക്കുന്നത്. കാരണം അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരൊരു വിഷമത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തു പോയാൽ പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താവുമെന്ന് അവർക്ക് ഊഹിച്ചാൽ മനസ്സിലാവും എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് മക്കൾ കൂടി മനസ്സിലാക്കേണ്ടതാണ്. അമ്മ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് സഹിച്ചിരിക്കുന്നതെന്നും നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് അവർ ജീവിക്കുന്നതെന്നും എല്ലാം തിരിച്ചറിഞ്ഞ് മക്കൾക്കും ചില കടമകളെല്ലാം ഉണ്ട്. അമ്മമാരെ ചേർത്ത് പിടിച്ച് നിർത്തുക. അവർ വിഷമിച്ചിരിക്കുമ്പോൾ അവർക്കൊരു സമാധാനമായിട്ട് അവരോട് കുറച്ച് സംസാരിക്കുക. ഇപ്പോൾ എന്നോട് വേറെ ഒരു സ്ത്രീ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഭർത്താവോ ഇങ്ങനെയാണ്, യാതൊരു സഹകരണവും ഒരു കെയറിങ്ങും ഒന്നുമില്ല, നല്ല അടിയും എല്ലാമാണ് കൊടുക്കുന്നത്. പക്ഷെ മക്കളും എന്താണ്, കോളേജിൽ പഠിക്കുന്ന മക്കളാണ്. മക്കൾ മൊബൈലും വെച്ച് അമ്മയോടൊന്നും സംസാരിക്കില്ല. റൂമിൽ പോയി വാതിലും അടച്ച് അവരുടേതായ ലോകത്ത്. അമ്മ മാത്രം ഈ ഒരു വീട്ടുകാവിൽ തന്നെ എന്താ പറയുക, ഒരു ഹൗസ് മെയ്ഡ് കണക്കെ അവിടെ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഭർത്താവിൽ നിന്നും യാതൊരു സന്തോഷവും മക്കളിൽ നിന്നുമില്ല. മക്കളെല്ലാവരും അവരുടെ കാര്യം മാത്രം നോക്കി സമയത്ത് വന്ന് ഭക്ഷണം അമ്മ വിളമ്പി കൊടുത്താൽ കഴിക്കുക. അല്ലാതെ അമ്മയോട് ഒരു വാക്ക് ചോദിക്കുക, അമ്മയുടെ വിഷമം എന്താണെന്നറിയേ, അമ്മയെ ആശ്വസിപ്പിക്കുക, അമ്മയായിട്ട് കുറച്ച് നേരമെങ്കിലും സംസാരിച്ച് അമ്മയ്ക്കൊരു സമാധാനം കൊടുക്കുന്ന രീതിയിൽ. മക്കളല്ലേ ഉള്ളൂ, നിങ്ങളല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടിയല്ലേ ആ അമ്മമാർ ജീവിക്കുന്നത്. ഇതെല്ലാം സഹിച്ചിട്ട് അത് നിങ്ങൾ കൂടി മനസ്സിലാക്കണം. വല്ലപ്പോഴൊക്കെ അമ്മയായിട്ട് ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂർ അമ്മയായിട്ട് സ്പെൻഡ് ചെയ്യുക. എനിക്ക് സത്യം ഒരു സ്ത്രീ പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ എനിക്ക് ഒരു അമ്മ പറഞ്ഞപ്പോൾ വിഷമം തോന്നി. ഭർത്താവും ഇല്ല, സ്വന്തം വീട്ടുകാരും അവരുടെ വിഷമം കേൾക്കാനൊന്നും ചെവി കൊടുക്കുന്നേ ഇല്ല എന്നാണ് പറഞ്ഞത്. അവരൊക്കെ ഒഴിവാക്കി കല്യാണം കഴിഞ്ഞു, മക്കൾക്ക് വേണ്ടി ജീവിക്കുക എന്നാണ് അവർ പറയുന്നത്. ഇവർക്ക് എന്താണ് ഒരു ആശ്വാസമുള്ളത്? ഇവർ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നത്. അത് മക്കൾ കൂടി മനസ്സിലാക്കണം. അമ്മമാരെ ചേർത്ത് പിടിച്ച് നിർത്തണം. കാരണം നിങ്ങൾ മാത്രമാണ് അവർക്കൊരു ആശ്വാസം ഉള്ളത്. അപ്പോൾ നിങ്ങൾ കൂടി ഇങ്ങനെ അവരെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താവും അവരുടെ അവസ്ഥ? നിങ്ങൾക്ക് ഇപ്പം അറിയില്ല, അമ്മമാരുള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല. അമ്മ നഷ്ടപ്പെട്ടാലേ നിങ്ങൾക്ക് മനസ്സിലുള്ളൂ ഒരു അമ്മയുടെ വില എന്തുമാത്രമാണ്. അമ്മ ഉണ്ടായിരുന്നപ്പോൾ എന്തുമാത്രം പ്രാധാന്യമായിരുന്നു നിങ്ങൾക്ക് കിട്ടിയിരുന്നത് എന്ന്. അപ്പോൾ മക്കൾ ഈ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കണം. അമ്മമാരെ എന്നും അവർക്ക് വേണ്ടി ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുക അമ്മമാരുടെ കൂട്ടത്തിൽ. അതുപോലെ അമ്മമാരോടും ചില അമ്മമാരുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട് ഫാമിലിയിൽ, ഹസ്ബൻഡുമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ട്. പക്ഷെ മക്കൾ വന്നാൽ മക്കളോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കുകയും അവരുടെ അടുത്ത് ഇരിക്കുകയും അവരുടേതായ ലോകത്ത് ഈ വിഷമം ഇങ്ങനെ ആലോചിച്ച് ഒന്നിലും ഒരു ഉത്സാഹം ഇല്ലാതെ നിങ്ങളും ഇരിക്കും. അപ്പം മക്കളെന്ത് ചെയ്യും? മക്കളെക്കുറിച്ച് നിങ്ങളും മക്കളോട് കുറച്ച് എന്താ പറയുക ഇൻറ്ററാക്ട് ചെയ്യാനും അവരുമായിട്ട് അവരുടെ കോളേജിലെ വിശേഷങ്ങൾ ചോദിക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അവരുടെ കൂടെ നിങ്ങളും കൂടണം. അല്ല നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കുറച്ച് വിഷമങ്ങളുണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മാറി ഒരിക്കലും ഇരിക്കരുത്. അത് കൂടുതൽ നിങ്ങളെ തളർത്തേയുള്ളൂ.
മക്കളുമായിട്ട് നിങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലണം. അപ്പോഴേ മക്കളോട് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുക, അവരുമായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുക. അമ്മയാണ് എന്നുള്ള ആ ഒരു ഇത് വെച്ചിട്ട് ഗൗരവമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഫ്രണ്ട്സിനെ പോലെ കണക്കാക്കുക. എനിക്കെൻ്റെ മക്കളാണ് ഏറ്റവും നല്ല ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. എൻ്റെ മക്കളാണ്. എൻ്റെ മക്കൾക്കും അതെ, പുറമേയുള്ള ഫ്രണ്ട്സിനേക്കാളൊക്കെ എന്ത് കാര്യങ്ങളും എന്നോടായിട്ട് ഷെയർ ചെയ്യാനും അവർക്ക് എല്ലാ ഫ്രീഡവും ഞാൻ കൊടുത്തിട്ടുണ്ട്. അവർക്കും കൂടുതൽ ഞാനുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ഇപ്പോൾ മൂത്ത മോള് മാരേജ് കഴിഞ്ഞ് ദൂരം ഭർത്താവിൻ്റെ വീട്ടിലാണെങ്കിലും എല്ലാ ദിവസങ്ങളിലും എന്നെ വിളിക്കും, അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ഇടും. അതൊക്കെയല്ലേ നമ്മൾക്കൊരാശ്വാസം. ഭയങ്കര സന്തോഷമാണ് നമ്മുടെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അമ്മമാർക്കും. അപ്പോൾ നിങ്ങൾ അവർക്ക് വേണ്ട ഫ്രീഡമൊക്കെ കൊടുക്കുക, വെറുതെ ചീത്ത പറയാതിരിക്കുക അവരെ. അതൊക്കെ അവർ നിങ്ങളിൽ നിന്ന് അകറ്റും. നിങ്ങൾ ഹസ്ബൻഡിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റിയാക്ഷൻ അനുസരിച്ച് നിങ്ങൾ മക്കളോട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവർക്കും മനസ്സിന് വിഷമാവും. അപ്പോൾ നിങ്ങൾ അത് മാറ്റി വയ്ക്കുക. അതിന് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പോൾ ഇത്ര പ്രായമായി അല്ലെങ്കിൽ 50+ ആയി, ഇനി ഒരു ജോലി എന്തായാലും കിട്ടില്ല. പക്ഷെ നമുക്കൊരു പുറമേ പോയി ഒരു ജോലി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വീട്ടിൽ ഒരു പക്ഷേ നിങ്ങൾ നന്നായി കുക്ക് ചെയ്യുന്നവരായിരിക്കും അല്ലേ. നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു കുക്കിംഗ് വീഡിയോ തുടങ്ങുക, അല്ലെങ്കിൽ നന്നായി ടൈലറിങ് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് ആ ടൈലറിങ് വീഡിയോ യൂട്യൂബിലിടുക. അതൊക്കെ മനസ്സിനെ ഒരുപാട് ചേഞ്ച് ആക്കും. നമുക്ക് ഒരു പ്ലസൻറ്റ് മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ ഒരു ഭാഗത്തു നിന്ന് ഒരാൾ നമ്മളെ വേദനിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ തന്നെ നമ്മൾ അതും ആലോചിച്ച് വിഷമിച്ച് കഴിഞ്ഞാൽ പിന്നെ ജീവിതം എങ്ങും എത്തില്ല. വെറുതെ ഇങ്ങനെ ജീവിച്ച് തീർക്കാന്നുള്ളത് അല്ലാതെ ഒരു എൻ്റർടൈൻമെൻറ്റും ഇല്ലാതെ ജീവിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. നന്നായി ഫുഡ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയിട്ടോ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന. അല്ലാതെ ഇപ്പോൾ മാനവും അഭിമാനവും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ചിലവർ വിചാരിക്കും വീട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ തളർത്താൻ ഒരുപാട് പേരുണ്ടാകും, അവരൊന്നും നമ്മൾക്ക് കൊണ്ടുവന്ന് തരില്ല. കുറച്ചൊക്കെ നമ്മളും എന്താ പറയുക, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളും ശ്രമിക്കണം. ആരും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യില്ല. പിന്നെ എൻ്റർടൈൻമെൻ്റ് ആണെങ്കിൽ ഒന്നുമില്ല, വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഭക്തിയോടാണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ ഭക്തിയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അതിൽ പിന്നെ എൻഗേജ്ഡ് ആവുക. ഒരുപാട് യൂട്യൂബിൽ കാര്യങ്ങളുണ്ടല്ലോ ഭക്തിയുമായി ബന്ധപ്പെട്ട്. അല്ല, സിനിമ പാട്ട് കേൾക്കുമ്പോൾ അത് ഭയങ്കര ഒരു റിലീഫാണ് കേട്ടോ. അപ്പോൾ എന്നോട് കുറച്ച് ദിവസം മുമ്പ് എൻ്റെ വീഡിയോ കണ്ട് വിളിച്ച ഒരു മാഡം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഭയങ്കര ഒരു മ്യൂസിക് തെറാപ്പി എന്ന് പറയാൻ ഭയങ്കര ഒരു എന്താ പറയുക, അത്രയും നമ്മൾക്ക് നമ്മുടെ മനസ്സ് പ്ലസൻ്റ്. എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും ആ ഒരു പാട്ട് കേൾക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട എന്താ പറയുക, വേദനയുള്ള പാട്ടുകളൊന്നും കേൾക്കരുത് കേട്ടോ. അതല്ല, നല്ല നമുക്ക് കേൾക്കാൻ സുഖമുള്ള, അത് മനസ്സിന് നല്ല തൃപ്തിയായിരിക്കണം ആ പാട്ട് കേൾക്കുമ്പോൾ. നമ്മൾ നമ്മുടേതായ ലോകത്ത് കുറച്ച് നേരമെങ്കിലും നമുക്ക് കഴിയാൻ പറ്റും. അല്ലാതെ വിഷമാണെന്ന് വിചാരിച്ച ഒരു ഭാഗത്ത് ഏത് നേരം ബാത്റൂമിൽ പോയി കരയുക, ആരും കാണാതെ കരയുക, അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലെല്ലാം നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ യൂട്യൂബിലെ ഭക്തി ഗാനങ്ങളോ അല്ലെങ്കിൽ ഭക്തി പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുക. അതാണ് മനസ്സിന് താല്പര്യം, കേൾക്കാൻ സുഖം എന്നുണ്ടെങ്കിൽ അത് കേൾക്കുക. രാവിലെ എഴുന്നേറ്റത് അത് നല്ലൊരു വൈബാണ് നമുക്ക് അടുക്കളയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്. അല്ലാത്ത സമയത്ത് പാട്ട് കേൾക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് നമ്മളെ മോട്ടിവേറ്റ് ചെയ്താലേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരിക്കലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊരു പരിഹാരം കാണാൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാതെ സൂയിസൈഡ് ഒന്നിനും ഒരു പരിഹാരമാവില്ല. നിങ്ങൾ ഭരിച്ചാൽ അവർ വേറെ ആളെ കൊണ്ടുവരും, അവർക്ക് അത്രയേ ഉള്ളൂ. കുട്ടികളുടെ ഗതി അതോ ഗതി. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എന്നുള്ള കാര്യം അതിനെപ്പറ്റിയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. നമ്മളിപ്പോൾ പുതിയതായി മാരേജ് കഴിഞ്ഞ് പോയ പെൺകുട്ടികൾ അവിടെ പോയി കഴിഞ്ഞാൽ ഹസ്ബൻഡ് സ്വർണ്ണാഭരണത്തിൽ കൈ വെക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിനൊരു ലിമിറ്റ് വെക്കണം. മനസ്സിലായില്ലേ? ഞാൻ ഇതൊക്കെ എങ്ങനെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ
ഒരു ലിമിറ്റ് വെക്കണം. അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. അത് ലിമിറ്റ് വെച്ച് എല്ലാം വെച്ച് എടുത്ത് ഓർണമെൻറ്റ്സ് എല്ലാം എടുത്ത് അവർ ചിലവാക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു സ്ഥാനം അവർ തരില്ല. അതിനേക്കാളും മുമ്പ് നിങ്ങൾ ആ ആഭരണങ്ങളും കൊണ്ട് നിങ്ങൾ സ്ഥലം വിടുന്നതാണ് നല്ലത്. ഞാൻ പറഞ്ഞല്ലോ, ഒന്നല്ലെങ്കിൽ ഗോൾഡ് പിന്നെ ഈ ആഭരണങ്ങളെല്ലാം കൊണ്ടുപോയി നിങ്ങളൊരു ബാങ്കിൽ ഗോൾഡ് ലോണായി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാനോ, നിങ്ങൾ പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയ ബിസിനസ് എന്തെങ്കിലും തുടങ്ങാനോ, ഒരു PGയിൽ താമസിക്കാനോ എല്ലാം നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ആഭരണത്തിൽ കൈവയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഭരണങ്ങൾ പെൺമക്കൾ എല്ലാവർക്കും ജെൻസിനൊക്കെ ഒരു ധാരണയുണ്ട്, ആഭരണങ്ങൾ തരുന്നത് അവർക്കുള്ളതാണ്. അവർക്കുള്ളതല്ല. ഞാൻ എൻ്റെ മകൾക്ക് ആഭരണങ്ങൾ കൊടുത്തത് ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് വേണ്ടി കൊടുത്തതല്ല, എൻ്റെ മകൾക്ക് ഇട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തത്. പിന്നെ അവരുടെ നല്ല സ്വഭാവമാണ് നമ്മുടെ മകളെ നോക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയോ പോട്ടെ എന്ന് വിചാരിച്ച് എന്തെങ്കിലും എൻ്റെ മകൾക്ക് കൂടി അതൊരു എൻ്റെ മകൾക്ക് കൂടി അതൊരു ഹെൽപ്പാവും, അല്ലെങ്കിൽ അവൾക്ക് കൂടി അതൊരു കാര്യമാണ്, അവൾക്ക് കൂടി അത് ഒരു അസറ്റാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോട്ടെ എന്ന് വെക്കുന്നതാണ്. അല്ലാതെ ഈ ആഭരണങ്ങൾ മുഴുവൻ അവർക്ക് വിറ്റ് തിന്ന് അവരുടെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കാനുള്ളതല്ല. എന്നിട്ടെല്ലാം ചിലവാക്കി കഴിഞ്ഞാൽ നീ പൊക്കോന്ന് പറഞ്ഞാൽ നല്ല അടി പോവെന്ന് പറയില്ല, അതിന് പകരം നല്ല അടിയും തൊഴിയും വെച്ച് കൊടുത്താൽ അവർ പിന്നെ പൊക്കോളൂ. ഒന്നല്ലെങ്കിൽ തൂങ്ങും, അല്ലെങ്കിൽ അവർ വേറെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അതിനൊന്നും ഇടവരുത്തരുത്. ആഭരണങ്ങൾ വാങ്ങുന്നു എന്ന് കണ്ടാൽ മൊത്തത്തിൽ ചിലവാക്കണമെന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ പേർക്കും കൂടി ചെയ്യാവുന്ന എന്തെങ്കിലും, ഇപ്പോൾ ഒരു സ്ഥലം വാങ്ങാനാണെങ്കിൽ, ഒരു എന്താ പറയുക, ഒരു പ്രോപ്പർട്ടി വാങ്ങുക, അല്ലെങ്കിൽ ഒരു വീട് കെട്ടാനാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. പക്ഷേ ഷെയർ നിങ്ങളുടെയും കൂടി, നിങ്ങളുടെ പേർക്കും കൂടി ആയിരിക്കണം. നിങ്ങളുടെ പേർക്കും കൂടി ആ വീട് നിങ്ങൾ വാങ്ങണം. ആ വീട് നിങ്ങൾക്ക് കൂടി ഷെയർ ഉള്ളതായിരിക്കണം. ഒരു വണ്ടി വാങ്ങുകയാണെങ്കിൽ ആ വണ്ടി നിങ്ങൾക്ക് കൂടി ഷെയർ ഉള്ളതായിരിക്കും. അല്ലെങ്കിൽ ആ വണ്ടി നിങ്ങളുടെ പേർക്ക് മുഴുവൻ പൈസ നിങ്ങളുടെ ആണെങ്കിൽ നിങ്ങളുടെ പേർക്ക് വാങ്ങണം. അല്ലാതെ എല്ലാം കല്യാണം കഴിഞ്ഞാൽ എല്ലാം ഭർത്താവ് എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരിക്കുന്ന പാവപ്പെട്ട ചിന്തിക്കാത്ത പെൺകുട്ടികൾക്കാണ് ഈ ഗതി വരുന്നത്. അവസാനം അവരെല്ലാം വിശ്വസിച്ച് ഭർത്താവല്ലേ, എല്ലാം നമുക്ക് വേണ്ടിയല്ലേ, ഭർത്താവ് എൻ്റെ അല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യും. പക്ഷേ എല്ലാ ആഭരണങ്ങളും തീർന്നു കഴിയുമ്പോഴേ അവരുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുവരെ അവരൊന്നും പറയില്ല, ഒന്നും ചെയ്യില്ല. അത് കഴിഞ്ഞാൽ വീണ്ടും വീട്ടുകാരോട് എല്ലാ ആഭരണങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവർ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറയും. ഈ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ട് മാത്രം ജീവിച്ച് നടക്കുന്ന ആണുങ്ങളുണ്ട്. എവിടെയും ജോലിക്കും പോവില്ല, ഈ പൈസ മുഴുവൻ തിന്ന് തീർക്കുക, പിന്നെയും കൊണ്ടുപോകാൻ പറഞ്ഞ് ഇവരെ അടിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വയ്ക്കുക. വീട്ടുകാർ കുറേ പേര് കൊടുക്കാനും ഉണ്ട്, അങ്ങനെയുള്ള വീട്ടുകാരും ഉണ്ട്. ഇരിക്കുന്ന വീട് വരെ പണയപ്പെടുത്തി കൊടുക്കും. അങ്ങനെയൊന്നും അല്ല, അതൊന്നും അല്ല ഇതിനൊരു പരിഹാരം. നിങ്ങൾ ആ തുടക്കത്തിലേ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ എവിടേക്കാണ് പോകണം. പിന്നെ അറിയാത്ത പോലെ പൊട്ടത്തിയെ പോലെ ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ എല്ലാം മനസ്സിലാവും. അല്ലെങ്കിൽ അവസാനം നമ്മൾ തന്നെയാണ് ഇതെല്ലാം അനുഭവിക്കേണ്ടി വരിക. എന്താണെന്നറിയോ മക്കളെ, ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞാണ്, അമ്മയ്ക്കും അച്ഛനും ഒരു മോളല്ലേ ഉള്ളൂ, ആ വീട് ഇങ്ങോട്ട് എഴുതി തരാൻ പറയാന്ന്. എന്തൊരു കഷ്ടമാണ് ഒരു മനുഷ്യൻ്റെ അവസ്ഥ നോക്കണേ. എനിക്ക് അന്ന് മനസ്സിലായി. അന്ന് മുതൽ ഞാൻ അയാളുടെ ഓരോ വാക്കുകളും ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇയാൾ ശരിയല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അതിനനുസരിച്ച് തന്നെയാണ് ഞാൻ നിന്നത്. 3-ാമത്തെ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ കഴുത്തിലുള്ള ആഭരണങ്ങൾ പോരാഞ്ഞിട്ടാണ്. ഒരു മോളാണെങ്കിൽ എന്താണ് വീട് മുഴുവൻ എഴുതി തന്ന് പിന്നെ വീട്ടുകാർക്ക് വീടൊന്നും വേണ്ടേ? ഞാൻ നല്ല മറുപടി കൊടുത്തു, മനസ്സിലായില്ലേ? നല്ല മറുപടി കൊടുത്തു. അതുപോലെ കൊടുക്കണം നിങ്ങൾ മറുപടി. വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറഞ്ഞാൽ അവിടെ എടുത്തു വെച്ചിരിക്കണം. അവർക്കൊന്നും ജീവിക്കണ്ടേ? ഇവർക്ക് മാത്രം ജീവിച്ചാൽ മതിയോ? സംസാരിക്കുന്ന സമയത്ത് ഞാൻ ചില സമയത്തൊക്കെ വളരെ ഇമോഷണലായി പോകുന്നുണ്ട്. നിങ്ങൾ ക്ഷമിക്കണം. അത് അത്രമാത്രം മനസ്സിനെ വേദനിപ്പിക്കുന്ന, കാരണം ഞാൻ ഇതെല്ലാം ഫീൽ ചെയ്തിട്ടുള്ളതാണ്. എന്നെ പീഡിപ്പിച്ചിട്ടില്ലെങ്കിലും ഈ ഒരു വർത്തമാനങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. നല്ല രീതിയിൽ എനിക്കത് മനസ്സിലാക്കാനും ഞാൻ രക്ഷപ്പെടാനും ശ്രമിച്ചത് കൊണ്ട് ഞാൻ ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കണം. എൻ്റെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല.
ജീവിതം എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് അയാളിൽ നിന്ന് തിരിച്ച് വന്നതുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ വളരെ ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ എൻ്റെ മക്കളുടെ കൂടെയും എൻ്റെ അമ്മയുടെ കൂടെയും എല്ലാവരുടെ കൂടെയും വളരെ സന്തോഷമായിട്ട് ജീവിക്കണം. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ. ഞാൻ സന്തോഷമായി ജീവിക്കുന്ന ഞാൻ ഓരോ നിമിഷവും ചിന്തിച്ച് എൻ്റെ മക്കളെ അന്ന് ചെറിയ കുട്ടിയും കൊണ്ട് ഞാൻ അവിടുന്ന് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ ഇറങ്ങി വന്നതാണ്. ഇന്ന് എൻ്റെ മൂത്ത മോൾക്ക് 29 വയസ്സ്. അവൾ മാരേജ് കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കണം. ഇതുപോലെ സന്തോഷമായിട്ട് ഇരിക്കുകയാണെങ്കിൽ എല്ലാ അമ്മമാർക്കും സന്തോഷമാണ്, എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ അങ്ങനെ അല്ലല്ലോ. അത് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് നല്ല ഭർത്താക്കന്മാരും ഉണ്ട്. ഉള്ളത് കൊണ്ട് എല്ലാവരെയും നന്നായിട്ട് ഭാര്യയും മക്കളെയും നന്നായിട്ട് നോക്കുന്ന ചെറിയ കുറവുകൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കാം. എങ്കിലും അവർ ഭാര്യയും മക്കളെയും നന്നായി നോക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. ഞാൻ ആക്ഷേപിക്കുകയല്ല. ഓരോ പെൺകുട്ടിയും അവരുടെ പ്രിയപ്പെട്ട അമ്മയും അച്ഛനെയും ഇത്രയും കാലം വളർന്ന് വന്ന ആ വീടും സഹോദരങ്ങളെയൊക്കെ വിട്ട് അവരെല്ലാം മനസ്സോടെ വിട്ടാണ് ഓരോ പെൺകുട്ടിയും വിവാഹ ജീവിതത്തിലേക്ക് ആ ഭർത്താവിനെ മാത്രം വിശ്വസിച്ച് പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഭർത്താക്കന്മാരും മനസ്സിലാക്കണം. അവർക്ക് ഇനി നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ ലെങ്തി ആയി പോകും. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് വിളിച്ച് സംസാരിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം. അതിൽ വിളിച്ചോളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.